ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് എല്ലാ കാലത്തും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന മലയാള നാട്ടിലെ പത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന വാർത്തകൾ, കേൾക്കുന്ന ചില ന്യൂസുകളൊക്കെ നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം അമ്മ മക്കളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആത്മഹത്യകൾ, ചെറിയ കാരണങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു വസ്തുക്കളുടെയും ഒക്കെ ലഹരിയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ട് ജീവിതം ഹോമിക്കുന്നതിനുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് മുറിവേറ്റ ഒരു മലയാളി മനസ്സിനെയാണ്. മുമ്പെങ്ങും മലയാളി മനസ്സ് ചിന്തിക്കാത്തത്രയും മനസ്സ് മരവിച്ച് എന്ന് കണക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന കൊടും ക്രൂരകൃത്യങ്ങളിലേക്ക് നമ്മുടെ മലയാളി എങ്ങനെയാണ് സഞ്ചരിച്ചത്? ആരാണ് ഇതിന് കാരണക്കാരൻ? മുറിവേറ്റ മലയാളി മനസ്സിനെ സുഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അല്ലെങ്കിൽ മുറിവേറ്റ മനസ്സിനെ തിരിച്ചറിയാനുള്ള ബോധ്യങ്ങളെങ്കിലും നമുക്ക് നഷ്ടപ്പെടുന്നു പോകുന്നുണ്ടോ? ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കൂടെയുള്ളത് റോൾഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകനും ഒപ്പം വളരെ പ്രശസ്തനായിട്ടുള്ള മനഃശാസ്ത്ര വിദഗ്ധനുമായ ഡോക്ടർ ബിപിൻ വി റോൾഡൻറ്റ്, ഒപ്പം എഴുത്തുകാരിയും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധയുമായ ഡോക്ടർ കൊച്ചുറാണി ജോസഫും. രണ്ടുപേർക്കും ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ ബിപിൻ, അങ്ങ് ദീർഘകാലമായി മനസ്സുമായി മല്ലിടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സുമായി സംവദിക്കുകയും മനസ്സിനെ പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ വ്യക്തിപരമായി എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ഒരാളാണ്, എല്ലാ ദിവസവും. പക്ഷെ ഞാനൊരു 4ാം ക്ലാസ് തൊട്ട് പത്രം വായിക്കുന്ന ഒരാളാണ്, വളരെ സ്പെസിഫിക്കലി പറഞ്ഞാൽ. എന്നെ പക്ഷെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പത്രവായന വളരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരിക്കലും കാണാത്തത്രയും ഭയപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും കേൾക്കുകയാണ്. കുത്തിക്കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അമ്മ മകനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാതില്ല. നമ്മൾ മനസാക്ഷി മരവിച്ചു പോയ സമൂഹം എന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്നത് ഏറ്റവും എക്സ്ട്രീം ലെവലിലേക്ക് ആകുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ അതിന് പല കാരണങ്ങളുണ്ടാകാം, മദ്യം മയക്കുമരുന്ന് ഡ്രഗ്സ് ഒക്കെ കാണാം. പക്ഷെ അതല്ലാതെ അതിനപ്പുറത്ത് നമ്മുടെ മനസ്സിന് എന്താണ്, മലയാളി മനസ്സിന് പ്രത്യേകിച്ച് എന്താണ് എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന്? ഏതാണ് നമുക്ക് ഒരു കാലത്ത് നമ്മൾ ഈ ഹെൽത്തിനെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ വളരെ ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തില് നമ്മള് തലവേദന മുതൽ മുട്ടുവേദന മുതൽ വയറുവേദന ഇൻ ബിറ്റ്വീൻ, പുറം വേദന, കൈകാൽ കഴപ്പ്, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കി വിട്ടിരുന്ന ഒരു പാർട്ടിയുണ്ട്. അതാണ് നമ്മുടെ മനസ്സിന്റെ വേദന, അല്ല മനസ്സിന്റെ കാര്യം. അതിന് നമുക്ക് അന്ന് പേടിച്ചിരുന്നത് മണിച്ചിത്രത്താഴോ അല്ലെങ്കിൽ താളവട്ടത്തിന്റെ കണക്ഷനിലാണ് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന പല വ്യതിയാനങ്ങളെയും അസ്വസ്ഥതകളെയും കണ്ടിരുന്നത്. മൂടി വെച്ച് ഒരു ജനറേഷൻ ഇങ്ങനെ മാറി മാറി വന്നപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ മാനസിക ആരോഗ്യമില്ലാത്തൊരു തലമുറയായി മലയാളി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവറിത്തിങ് ഇസ് ബേസ്ഡ് ഓൺ മൈൻഡ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതം. അപ്പൊ നമ്മളെ മുറിവേറ്റ മലയാളി മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും മുറിവേറ്റ മുൻ തലമുറ മുറിവേൽപ്പിച്ച പിൻതലമുറയിലേക്ക് വരുമ്പോൾ മുറിവേറ്റവർ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. ആ ട്രോമയിലൂടെ കടന്നു വന്നവർ ഒരു രീതിയിലല്ലേ മറ്റു രീതിയിൽ ട്രോമയിലൂടെ വേറെ ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹീൽ ചെയ്യാന്നുള്ളത് അറിയാതെ കുറ്റബോധത്തിന്റെയും നിരാശയുടെയും അസ്വസ്ഥതയുടെയും അല്ലെങ്കിൽ ജീവിതത്തിലെ ഹോപ്പ് നഷ്ടപ്പെട്ട തലത്തിലേക്ക് പോകുമ്പോൾ ഇതൊന്ന് തുറന്ന് സംവദിച്ചാൽ, തുറന്ന് സംസാരിച്ചാൽ, അതിനൊരു വിദഗ്ധരുമായിട്ട്, മനഃശാസ്ത്ര വിദഗ്ധരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്ത് എൻ്റെ ഡിപ്രഷൻ, വിഷാദാവസ്ഥ, ഉത്കണ്ഠാവസ്ഥ, അല്ലെങ്കിൽ മനസ്സിന്റെ പല വൈചിത്ര്യമായിട്ടുള്ള അവസ്ഥകളും പരിഹരിക്കേണ്ടതാണെന്നറിയാതെ പോകുന്ന ഒരു മലയാളി തൻ്റെ ഭാവനകൾക്ക് വഴിതെറ്റി പോകുമ്പോൾ അത് അമ്മയാണോ അച്ഛനാണോ നോക്കാതെ ചിലപ്പോൾ നിയന്ത്രിക്കാനാവാത്ത പതോളജിക്കൽ ആങ്കർ ആകാം. ആ ആങ്കർ വരുമ്പോഴത്തേക്ക് കിട്ടിയത് വാക്കത്തിയാണ്, വെട്ടിയത് ഭാര്യയുടെ കഴുത്തിനാണ്, ആള് മരിച്ചുപോയി. കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ എന്താ ചെയ്യുന്ന അറിയില്ല. അപ്പൊ പിന്നെ ജയിലിലേക്കായി, കുഞ്ഞ് അനാഥമായി. അപ്പോൾ ഞാൻ സെൻട്രൽ ജയിലിൽ എനിക്ക് 3 വർഷക്കാലം ജോലി ചെയ്യാൻ പറ്റിയൊരു റയറസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെയൊക്കെ പല ആൾക്കാർ പറഞ്ഞ ഒരു മദ്യത്തിന്റെ തലത്തിൽ മിക്കവാറും നടന്ന മർഡർ കേസുകളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഒരു 78% ഒന്നെങ്കിൽ മദ്യപാനത്തിന്റെ ബേസിലാണ് കൊലപാതകങ്ങൾ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഒരു അറൌണ്ട് 50 to 60% എങ്കിലും അമിതമായ ദേഷ്യത്തിന്റെ പുറത്താണ് പലതും നടന്നിരിക്കുന്നത്. ഇതിനുശേഷം ഇവർക്ക് കെട്ടിറങ്ങുമ്പോഴത്തേക്കും ഓക്കെയാണ്. ഇതെല്ലാം മദ്യം മനസ്സിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നില്ല. ചുമ്മാ മദ്യപാനവും പുകവലി ആരോഗ്യത്തിന് ഹാനികരം എഴുതി കാണിക്കുന്നു. ആരോഗ്യത്തിനാണ് ഹാനികരം, മനസ്സിന് ഹാനികരമാണെന്ന് തിരിച്ചറിയുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മനസ്സിനാണ് ഹാനികരം. അപ്പോൾ സ്വന്തം മനസ്സിന്റെ ഭാവ വ്യത്യാസങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന ജനറേഷനായിട്ട് പോയി, മാനസിക ആരോഗ്യത്തിന് പ്രാമുഖ്യം കൊടുക്കാതെ പോകുന്ന ആൾക്കാരായിട്ട് പോയപ്പോൾ മനസ്സിന്റെ വൈചിത്ര്യങ്ങൾ
ഇവരെ കൊലപാതകികളോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുന്നവരൊക്കെ ആയിട്ട് മാറ്റുകയാണ്. ഇനിയെങ്കിലും മനസ്സിലുണ്ടാകുന്ന ഭാവവ്യതിയാനങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നമ്മളെ നഷ്ടപ്പെടും, നമ്മൾ മൂലം മറ്റുള്ളവരെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണുന്നു, അതേപോലെ തന്നെ അപ്പൊ ഒരു മാനസിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് കാണണ്ടല്ലോ, സൈക്കോളജിസ്റ്റിനെയാണോ സൈക്കാട്രിസ്റ്റിനെയാണോ, അങ്ങനെയാണ് വ്യത്യാസങ്ങൾ. ഈ മാനസിക പ്രശ്നങ്ങൾ എന്നുള്ള ലെവലിലേക്ക് ഒന്നും പോകണ്ടെന്നേ. മനസ്സിലുണ്ടാകുന്ന കുഞ്ഞ് അസ്വസ്ഥതകൾ നമുക്ക് ചിലരോടൊക്കെ തുറന്ന് സംസാരിച്ചാൽ കുറെയൊക്കെ സെറ്റ് ആവും. പക്ഷെ എന്നിട്ടും സെറ്റ് ആവുന്നില്ല. എന്റെ തോട്ട്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ അതിന്റെ ഒരു സംസ്ഥാന സമ്മേളനമാണ്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫീലിങ്സ് ഉറങ്ങാൻ പറ്റുന്നില്ല, ഫീലിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇമോഷൻസ് ഒന്നുമേ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പല വരുമ്പോൾ ചോദ്യം, ആരാണ് ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത്? ഓക്കെ, നമ്മുടെ ചില കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടൊന്നും സെറ്റ് ആവുന്നില്ല, നമ്മുടേതായ രീതിയിലൊന്നും സെറ്റ് ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ്, ഒരു മനഃശാസ്ത്ര വിദഗ്ധനെയാണ്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ ലെവലിലാണ്. അപ്പോൾ അതൊരു തോട്ട് പാറ്റേണിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള, അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ഘട്ടത്തിലാണ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് സപ്പോർട്ട് വേണ്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ക്ലിയർ ആക്കി മാറ്റാൻ പറ്റുന്നതാണ് എങ്കിൽ അത് ആ കൗൺസിലിങ്ങിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് സൈക്കോതെറാപ്പിയിലൂടെയൊക്കെ സെറ്റാക്കാം. എന്നാൽ സൈക്കോളജിക്കൽ ഒരു ഇവാലുവേഷൻ, സൈക്കോമെട്രിക് അസസ്മെന്റ് ഒക്കെ വഴിയായിട്ട് ഇതിനകത്തൊരു ചെറിയൊരു മരുന്ന് കൂടെ വന്നാൽ, ആ മരുന്ന് എന്താണ്? നമ്മുടെ തലച്ചോറുള്ള വ്യതിയാനങ്ങൾ, ഹോർമോണൽ വ്യതിയാനങ്ങൾ പോലെ കെമിക്കൽ ചേഞ്ചസ് ഒക്കെ മൂലമാണ് പല അസ്വസ്ഥതകളും വരുന്നത്. ഇതിന് നമ്മൾ വയറുവേദനയ്ക്ക് ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കെമിക്കൽസ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു സൈക്കാട്രിസ്റ്റിന്റെ മരുന്ന് കഴിക്കുന്നത്. അല്ല മാനസിക രോഗം എന്ന് പറഞ്ഞ ആംഗിളിലേക്കൊന്നും കാണണ്ട. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദഗ്ധരുടെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു തുറവി നമുക്കുണ്ടാകണം. തുറവി ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആയി. ഇതിനെ കാണുന്നത് ഈ സങ്കേതങ്ങളെ എല്ലാ മനഃശാസ്ത്ര പ്രശ്നങ്ങളുടെയും പിന്നിൽ എക്കണോമിക്സ് ഉണ്ട്. എക്കണോമിക്സിലെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. ഈ ബിഹേവിയറൽ എക്കണോമിക്സ് മനുഷ്യന്റെ ബിഹേവിയറും സാമ്പത്തികവും തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ളതാണ് അത് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു സെയിൽസ്മാൻ, അവനൊരു വീടിന്റെ വാതൊക്കെ ചെന്ന് വെച്ചൊരു പാത്രം ആ വീട്ടമ്മനെ കാണിച്ചിട്ട്, മാഡം ഈ പാത്രം ഉണ്ടെങ്കിൽ മാഡത്തിന് നേരെ അവനിൽ വെക്കാം, ഫ്രിഡ്ജിൽ വെക്കാം, ഗ്യാസിൽ വെക്കാം, ഡൈനിങ് ടേബിളിലും വെക്കാം. ഇവനിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ തോന്നുന്നു ഈ പാത്രം എന്റെ അടുക്കളയിൽ ഇല്ലെങ്കിൽ വല്ലാത്ത എന്നൊരു തോന്നൽ മൈൻഡിനെ സ്വാധീനിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഈ അമ്മ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ വീട്ടമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് കാണുമ്പോൾ അവന്റെ അടുത്ത സെന്റൻസ് വരും, മാഡം മാർക്കറ്റിൽ ഇതിന്റെ വില 750 രൂപയാണ്, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്ന ഓഫറിൽ മാഡത്തിന് ഇത് 400 രൂപയ്ക്ക് കിട്ടും. അവിടെ സൈക്കോളജിയും എക്കണോമിക്സും ഒന്നിച്ച് മനസ്സിലായി. ഇത് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് എന്താ പറയുന്നത് അറിയാം, പലപ്പോഴും ഈ സാമ്പത്തിക തീരുമാനങ്ങൾ വൈകാരികമായിട്ട് എടുക്കരുതെന്ന് നമ്മൾ പറയും. സാമ്പത്തിക തീരുമാനങ്ങൾ വൈകാരികം എടുക്കേണ്ടല്ലോ. സാമ്പത്തിക തീരുമാനം വളരെ ബൗദ്ധികമായി ജ്ഞാനത്തോടുകൂടി എടുക്കേണ്ട തീരുമാനം. അപ്പൊ എന്താ പറയണെന്ന് അറിയാമോ, റിലേഷൻഷിപ്പിലും എല്ലായിടത്തും ഈ സൈക്കോളജി കിടന്ന് കളിക്കുമല്ല. മനുഷ്യന്റെ മനസ്സിനെയാണ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ മനസ്സ് കൈവിട്ടു പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ സമൂഹം അക്രമാസക്തമാകും. അതുകൊണ്ട് നമുക്ക് പോലും അയാൾ ഇത്രയും കൊടും ക്രൂരത ചെയ്തല്ലോ എന്ന് പറഞ്ഞ് പത്രം വായിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു കേസ്. ആ വ്യക്തി എന്നോട് പറഞ്ഞതാണ്, കൊലപാതകം ചെയ്തതാണ്, കൂട്ടുകാരനെ വന്നത്. ആ വ്യക്തി എന്നോട് പറയായിരുന്നേ, എന്റെ ടീച്ചറെ ആ സമയത്ത് എന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ആ വ്യക്തി ഒരു സെന്റൻസും കൂടി പറഞ്ഞു, അവൻ മരിച്ചു പോയതിൽ അവന്റെ മാതാപിതാക്കളെക്കാൾ ഏറെ ഞാനിന്ന് ദുഃഖിക്കുന്നുണ്ട്. കാരണം അത്രമാത്രം എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. പക്ഷെ എനിക്ക് അന്നത്തെ എന്റെ ദേഷ്യത്തെ ഇതാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത്. ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ആ വ്യക്തി ഒരു കാര്യം കൂടി പറഞ്ഞു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു സെന്റൻസ്, ഞാൻ വക്കീലെന്ന് വെച്ച് ഒഴിവായാലൊന്നും നോക്കണില്ല, എനിക്ക് ശിക്ഷ വേണം, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ വേണം. എന്നിട്ട് ഞാൻ 12 വർഷം എത്ര വർഷമാണ് കടന്നു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി കഴിയുമ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറായിട്ട് എനിക്ക് മാറണം. ശരിക്കും ഈ മനസ്സ് നമ്മള് എന്തുകൊണ്ടാണ് മലയാളികൾക്ക് മനസ്സിൽ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള, വളരെ 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 രക്തം ചൊരിയുന്നത് പോലും അവർക്ക് ഭയമില്ലാതിരുന്ന കാലം. നമ്മള് സംസാരിച്ച് പറഞ്ഞ പോലെ നമ്മുടെ മാധ്യമങ്ങൾക്ക്, മീഡിയക്കാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പങ്കെന്നുള്ളതാണ് അല്ലെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ടെലിവിഷൻ അങ്ങനെയാണ്, നമുക്ക് ആക്സസ് ഉണ്ട്. പണ്ട് ഈ ക്രൈം സ്റ്റോറീസ് ഒക്കെ എന്നൊക്കെ പറയാനുള്ള ഈ രാത്രിയില് ആലോചിച്ച് നോക്കി, ക്രൈം ന്യൂസുകള്
നമ്മുടെ ചാനലിലെ നിയമങ്ങൾ അനുസരിച്ച് 10 ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊരു ഒരിക്കലും പ്രൈം ടൈമിൽ അത് കൊടുക്കാൻ നിയമപരമായി നമുക്ക് സാധിക്കില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ക്രൈം കേട്ടുറങ്ങണം. അത് മറ്റൊരു വിഷയമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു നിയമങ്ങൾ പോലും ശക്തമായിട്ടൊരു രാജ്യത്ത് ഇന്ന് നമുക്ക് അതിന് ആക്സസ് വളരെ വലുതായി. ഇപ്പൊ ആത്മഹത്യകൾ പോലും ലൈവിലൂടെ സ്ട്രീം ചെയ്തിട്ട് മരണപ്പെടുന്നു, കൊലപാതകങ്ങൾ ലൈവ് സ്ട്രീം ചെയ്യപ്പെടുന്നു, ഈ രക്തം ചൊലിച്ചിട്ട് ഞാൻ അതിനെ കാണുന്നത് ഗെയിമുകളാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ, നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾ തന്നെ 6 വയസ്സോ 5 വയസ്സുള്ള കുട്ടികൾ ഈ രക്തം രസകരമായ എന്തൊരു സംഭവമായി ഗെയിമുകൾ, അത്തരം വളരെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന മരണത്തെയും കൊലപാതകത്തെയും ഹത്യകളെയും ഒക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഗെയിമുകൾ, ഇങ്ങനെ നമ്മുടെ സിനിമകള് ഈ ദൃശ്യങ്ങള് വാർത്തകൾ പോലും ഇതിനൊരു കാരണമാണ്. കാരണം ഇതെല്ലാം നമ്മുടെ ബോധ മനസ്സിനെയും അബോധ മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കുക. ഞാൻ ഡോക്ടറിന് പക്ഷേ പറയാൻ പറ്റില്ല, ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകൾ എന്നാണോ അമേരിക്കയിൽ റിസർച്ച് ആയിരുന്നു, ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകൾ എന്നാണോ അവിടെ ഉണ്ടായത്, അതിനുശേഷമുള്ള മാസങ്ങളിൽ കൂടുതൽ ആത്മഹത്യയിലേക്ക് വരുന്നു എന്ന് പോലും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണോ ഒന്നാം പ്രതി? ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് വരാം. ഈ പ്രൈം ടൈമിൽ എന്താണ് നമുക്ക് ക്രൈം സ്റ്റോറീസ് കാണിക്കാതെ രാത്രി 10:30 കാണിക്കാവുള്ളൂ എന്ന് പറയുന്ന മഹത്തായ വിഡ്ഢിത്തരം ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ നമ്മൾ ഫൈനലി കണ്ടിട്ട് കിടക്കേണ്ട സാധനമല്ല ഇത്. ഈ രാത്രി മുഴുവനും കണ്ടിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് അഫക്റ്റഡ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ക്രൈം സ്റ്റോറി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ മൈൻഡ് പരുവപ്പെട്ട് പാകപ്പെട്ട് ബേസിക്കലി കാരണം ശാന്തമായി പ്രാർത്ഥിച്ച് സ്വസ്ഥമായ പാട്ടൊക്കെ കേട്ടിട്ട് കിടക്കേണ്ടതിന് പകരം ഈ രാത്രിയിൽ ക്രൈം സ്റ്റോറി ചെയ്തിരിക്കുന്നത് ഇപ്പൊ അതിനൊരു പ്രസക്തി ഇല്ല. ഇപ്പൊ ആരും ക്രൈം സ്റ്റോറി അല്ല എല്ലാം അവൈലബിൾ ആണ്. എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അതൊരു ഒരു ആക്ച്വലി പ്രൈമിന്റെ ഉച്ചയ്ക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത സാധനമാണിത്. രാത്രിയിൽ വെച്ചതാണ് അപകടം എന്നാ ഞാൻ പറഞ്ഞു. എന്ന് പറയുമ്പോൾ നെറ്റ്ഫ്ലിക്സിലായിക്കോട്ടെ, മറ്റു പല സ്ഥലങ്ങളിലായിക്കോട്ടെ, പത്രങ്ങളിലായിക്കോട്ടെ, ഇത് അവൈലബിൾ ആകുമ്പോൾ സമൂഹത്തിന്റെ ഒരു ബോധതലത്തിലേക്ക് ഇതൊരു കുഴപ്പമില്ല എന്നുള്ള സാധനത്തിലേക്ക് വന്ന് ശരി ഏത് തെറ്റെന്നൊക്കെ കൺഫ്യൂഷൻ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ അവൻ താൻ ചെയ്യുന്നതിന്റെ യഥാർത്ഥ തലം തിരിച്ചറിയുന്നത് ബേസിക്കലി അതിന്റെ മനുഷ്യന് ബോധം കുറവുണ്ട്. അപ്പോൾ മാനസിക ആരോഗ്യം ദുർബലമാവുകയാണ്. അതെ, ദുർബലം. അപ്പൊ അവന്റെ മനസ്സിനകത്ത് ഞാൻ ഈ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്, എനിക്ക് വേറൊരാളെ ജീവൻ എടുക്കാൻ അവകാശമില്ല, അധികാരമില്ല എന്നുള്ള കാര്യമൊക്കെ അങ്ങ് പാടെ വിസ്മരിച്ച് ഇയാൾ എവിടെ നിന്നൊക്കെ കണ്ടതും കേട്ടതും എക്സ്പീരിയൻസ് ചെയ്തതുമായ പല പല ത്രില്ലറിലെയും ചില രംഗങ്ങളൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും അവൻ പോലും അറിയാതെ, അതുകൊണ്ടാണ് ആളങ്ങനെ പറഞ്ഞത് ആ മൊമെന്റിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, കാരണം അയാൾ പോലും അറിയാതെ ആളിലേക്ക് ആക്ട് വന്നിരിക്കണം. അതുകൊണ്ടാണ് നല്ലത് കാണണമെന്നും നല്ലത് കേൾക്കണമെന്നും നല്ലത് വായിക്കണമെന്നും പറഞ്ഞത് ഔട്ട്ഡേറ്റഡ് അല്ല, ഇന്നും റെലവെന്റ് ആണ്. ഈ ചോയ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ ത്രില്ലർ മൂവി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ കൊണ്ടുപോകുന്ന പറയുന്ന പോലെ ഇത് കണ്ടങ്ങ് ഇരിക്കുമ്പോൾ ഇത് കണ്ടാൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ ഇതെല്ലാം നമ്മൾ എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഇത് നമ്മുടെ മനസ്സിൽ ഇംപ്രിന്റഡ് ആവുകയാണ്. അത് ഏത് കാലം കഴിഞ്ഞാലും അങ്ങനെയാണ്. അപ്പോൾ നല്ലതല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ ബോധതലത്തിൽ സ്ഥിരമായിട്ട് ക്രൈം സിനിമകൾ കാണുന്ന ഒരാൾക്ക് ക്രൈം കുഴപ്പമില്ലെന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാളും അതങ്ങ് ചെയ്തു പോകും. മാത്രമല്ല അങ്ങനത്തെ സിനിമകൾ കാണാത്ത പിയർ ഗ്രൂപ്പിലെ മറ്റുള്ളവരെ പഴഞ്ചനായിട്ടാണ് കാണുന്നത്. നീ അത് കണ്ടില്ലേ? നമ്മുടെ യൂത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്യുന്ന OTT പ്ലാറ്റ്ഫോമിലെ ആമസോൺ പ്രൈം ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ഇവിടെയൊക്കെയുള്ള ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സിനിമകളുടെ എല്ലാം ഒരു ഇതിവൃത്തം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ, ഇത്തരത്തിലുള്ള വളരെ 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 ബിസിനസ് ഉണ്ട്. എക്സാക്ട്ലി അത് ശരിക്കും ഒരു നെഗറ്റിവിറ്റിയുടെ സെല്ല് ചെയ്യുവാണ് അവിടെ. അപ്പൊ നമ്മുടെ മലയാളികളുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മാനസികാരോഗ്യം പോയതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യന് വേറൊരു മനുഷ്യനെ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുക? അങ്ങനെ അതിൽ തന്നെ ക്രൂരത ഇപ്പൊ ശക്തമായി മാറുന്നില്ല. എങ്ങനെയൊക്കെ ക്രൂരമായി കൊല്ലാമെന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ഇവന് സുബോധമുള്ളൊരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവൻ എന്തോ കണ്ടത് ഹൈജാക്ഡ് ആണ്. അപ്പൊ ഏറ്റവും ക്രൂരതയുള്ള ഏതൊക്കെയോ സാധനങ്ങൾ വായിക്കുകയും കാണുകയും ഇവൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും ലൈവായിട്ട് ചിലരൊക്കെ ചെയ്തിട്ട് അത് വീഡിയോ എടുത്തിടുകയും ഒക്കെ ചെയ്യുന്ന വഴിയായിട്ട് സോഷ്യൽ ആയിട്ടുള്ള മൈൻഡിൽ തന്നെ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്നുള്ള സംഭവങ്ങൾ ഡിറ്റക്റ്റീവ് നോവൽ വായിക്കലേ ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ, ഒരു സിനിമ, സ്ക്വിഡ് ഗെയിം എന്നുള്ള സിനിമയാണ്. സ്ക്വിഡ് അവിടെ ഒരു കളിക്കളം, ആ കളിക്കളത്തിൽ ഓരോ കഥാപാത്രത്തെയും കൊന്നു ഏറ്റവും അവസാനം ആ കളിക്കളത്തിൽ ജയിക്കുന്ന ആൾക്ക് അത് പരസ്പരം മത്സരിച്ച് പലരും കൊന്നു ഗെയിം എന്നാണ്, അതിന് ഗെയിമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അതിനെ സിംബോളിക് ആയിട്ട് കാണാൻ ശ്രമിക്കുകയാണ് ഈ കാലവുമായിട്ട്.
ഇതെല്ലാം ഒരു കളിയായി മാത്രം കാണുന്ന ഒരു കാലത്തേക്ക് നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ ചെറിയ അത് ഈ 5 വയസ്സുള്ള ഒരു കൊച്ചു പോലും വീഡിയോ ഗെയിം കളിക്കുമ്പോൾ വെട്ടി നിർത്തി അടിച്ചടിച്ച് മാത്രമല്ല തോക്ക് അവരുടെ ആയുധമായി തോക്കിട്ട് അതിനെ വെട്ടി ആ തോക്ക് വെച്ച് അങ്ങോട്ട് വെച്ച് പഠിക്കുകയും കളിക്കുകയും നമ്മൾ റോഡറാഷും ഏണിയും പാമ്പും സ്നേക്കും കളിച്ചിരുന്ന കാലത്ത് നിന്ന് നമ്മുടെ ഗെയിമുകൾ മാറിയ ഒരു കാലം വളരെ വളരെ അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ കണ്ടന്റ് നമ്മൾ കാണുന്നത് വായിക്കുന്ന അടക്കമുള്ള കണ്ടന്റിനെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിന് പണ്ട് നമുക്ക് സിനിമകൾ ഫിൽട്ടർ ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻസ് മിസ്സാകുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സിനിമ നിരൂപണ കല, ഫിലിം അപ്രീസിയേഷൻ, അതായത് സിനിമയ്ക്കകത്ത് കണ്ടാൽ തന്നെ അതിന്റെ ആ ഒരു ആർട്ട് ലെവൽ മാത്രം ഫീൽ ചെയ്യാൻ പറ്റിയ കോഴ്സുകൾ ഉണ്ടായിരുന്നു, ഓറിയന്റേഷൻ യൂണിവേഴ്സിറ്റി ഞാനൊക്കെ സമ്മാനം മേടിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സാധനം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ യൂണിവേഴ്സിറ്റി നമ്മളൊരു 7 വയസ്സുകാരൻ 10 വയസ്സുകാരൻ അവൻ കാണുന്ന സാധനത്തിന്റെ റിയാലിറ്റിയെ കുറിച്ച് സിനിമയുടെ ആസ്വാദന തലത്തിൽ കൂടെ കാണാനുള്ള എഡ്യൂക്കേഷൻ ഇല്ലാതെ, യാതൊരു സർട്ടിഫിക്കേഷൻ ഇല്ലാതെ അവൻ അവൈലബിൾ ആയിട്ട് കിട്ടുമ്പോൾ അവന്റെ മനസ്സ് പരുവപ്പെടുന്ന ഒരു ക്രൈം ആസ്പെക്ട്സിൽ തന്നെയല്ലേ. അവൻ കാണുന്ന സിനിമകൾ അവൻ എന്താ കാണുന്നത് പോലും നോക്കാൻ പേരൻസിന് സമയം കിട്ടുന്നില്ല, അതൊന്ന് അവര് നിസ്സഹായരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ആക്സസ് ആയതോടുകൂടി, പണ്ട് നമുക്ക് TV ഉണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ, അപ്പോൾ ആക്സസ് ആയതോടുകൂടി തന്നെ നമ്മുടെ സൊസൈറ്റിയൽ ലെവലിലേക്ക് റിയൽ ആയിട്ടുള്ള തെറ്റിനെ തെറ്റായിട്ട് കാണാൻ പറ്റാത്ത വണ്ണം നമ്മൾ ഹൈജാക്ട് ആണ്. പിന്നെ തെറ്റുകളെ ഗ്ലോറിഫൈ ചെയ്യുന്നത് സിനിമകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നെറ്റ്ഫ്ലിക്സ് അല്ല, നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമകൾ, ഇപ്പൊ രജനീകാന്തിന്റെ സിനിമകൾ അല്ലെങ്കിൽ വിജയുടെ സിനിമകൾ, അതിനൊക്കെ നിരുപദ്രവകരമായിട്ടാണ് നമ്മൾ പൊതുബോധത്തിൽ നമ്മൾ കാണുക. കാരണം അവരൊക്കെ നമുക്ക് അറിയപ്പെടാത്ത ഒരു ഗുണ്ട ഇത് ചെയ്യുമ്പോൾ അത് അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഒരു പോപ്പുലർ കഥാപാത്രങ്ങൾ ചെയ്യുന്ന അതിനൊരു ഗ്ലോറിഫൈ ചെയ്യപ്പെടുകയാണ്. അതിന് ഒരു ഹീറോയിസത്തിന്റെ ഒരു BGMകൾ, അതായത് അതിസുന്ദരമായ മരണത്തിനാണ്, ഏറ്റവും സുന്ദരമായ കൊലപാതകത്തിനാണ് ആ സിനിമ. അടുത്ത കാലത്ത് രജനീകാന്ത് സിനിമയ്ക്കകത്ത് ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഓരോ കൊലപാതകത്തിനും കൊടുക്കുന്ന BGMകളാണ്. ഈ BGM കാണുന്ന കുഞ്ഞിന്റെ മനസ്സ്, ചെറിയ കുഞ്ഞു വേണ്ട ഏത് പ്രായത്തിലെ ആളുകളുടെ മനസ്സിനും ഇത് സംതിങ് ഹീറോയിസം ആണെന്നുള്ള ഒരു ബോധ്യം വരുന്നതും ഒരു സ്ഥലമാണ്. ഒരുപാട് സിനിമാ പ്രവർത്തകരുടെ അടുത്ത സുഹൃത്താണ് ഞാൻ, അവരെന്റെ സുഹൃത്താണ് ഞാൻ. അവരൊക്കെ ഇത് കാണുമ്പോൾ കേൾക്കുമായിരിക്കും. എന്നാൽ പോലും ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു സത്യമുണ്ട്. പുറത്തൊരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ തക്കവണ്ണം BGM ഇടുകയോ അതിനകത്ത് ഷോട്ട് ക്രിയേറ്റ് ചെയ്യുകയോ അതനുസരിച്ച് സിനിമ സ്ക്രിപ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ പുറത്ത് നടന്നൊരു സിനിമാ സംഭവത്തെ ഞങ്ങൾ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്തൊരു കൊലപാതകത്തിന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഓൾസോ ദ റീസൺ ഫോർ മർഡർ. നീയും കൊലപാതകം തന്നെയാണ്. ഇത് സിനിമാക്കാർ പറഞ്ഞ ഇപ്പതേ ഈ കലാസൃഷ്ടി ഈ ലോകത്തിൽ എന്തുമാത്രം തീമുകളുണ്ട്. അപ്പോൾ ഒരു ലോകത്ത് എവിടെയോ നടന്നൊരു സാധനത്തെ പർവ്വതീകരിച്ച് ഇപ്പൊ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇരുട്ടുമുറിയിൽ നിന്ന് കാണുമ്പോൾ ഇത് മനസ്സിനെ സ്വാധീനിക്കുകയാണെന്ന സത്യമുണ്ട്. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, പുകവലിയും മദ്യപാനവും സ്ക്രീനിൽ വരുമ്പോൾ പുകവലിയും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കും. ഇതേ സമയം തന്നെ നായകൻ വില്ലനെ പുഷാന്ന് വെടിവെച്ച് വന്നു, അല്ലെ മർഡർ ചെയ്യുന്ന സോൺ വരുമ്പോൾ അവിടെ എന്തുകൊണ്ടാണിത് സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ആക്ട് മാത്രമാണ്. കൊലപാതകം കൊലപാതക ദൃശ്യങ്ങളും മാനസികാരോഗ്യത്തിന് ഹാനികരം എന്തുകൊണ്ട് എഴുതി കാണിക്കുന്നില്ല? പച്ചയ്ക്ക് കൊല്ലുന്ന സീൻ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ കൈയടിക്കുമ്പോൾ പുറത്തിറങ്ങുന്ന ആൾക്ക് കിട്ടുന്ന സംഭവം എന്താണ്? സിനിമയുള്ള ഏറ്റവും അധികം സൈക്കോളജിക്കലി എഫക്ട് ഉണ്ടാക്കുന്നത്. അത് സിനിമാ പ്രവർത്തകരായ എന്റെ സുഹൃത്തുക്കൾ, നിങ്ങളിപ്പോ പിണങ്ങിയാലും ഞാൻ ഉള്ള കാര്യം പറയാണ്, നിങ്ങളോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു തെറ്റിലേക്ക് നയിക്കപ്പെടുന്ന ഏതൊരു സാധനത്തെ പർവ്വതീകരിച്ച് എത്ര സുന്ദരമായ ഭാഷ വരുമ്പോൾ ഇയാൾ എത്ര സുന്ദരനായ ഡയറക്ടറാണ്, എത്ര മനോഹരമായ കലാസൃഷ്ടിയാന്ന് പറയുമ്പോഴും യു ആർ ഓൾസോ ദ റീസൺ ഫോർ മർഡർ. ഈ കൊലയ്ക്ക് നിങ്ങൾ ഉത്തരവാദികളാണെന്നുള്ള സത്യത്തിൽ നിന്നും ഒളിച്ചോടാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രയോ മനോഹരമായ കാവ്യ സൃഷ്ടികൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സമൂഹത്തിന്റെ മനസ്സിനെ കുറച്ചുകൂടെ മോശമാക്കുന്ന സിനിമകൾ ചെയ്തിട്ട് നിങ്ങൾ അവാർഡ് വാങ്ങുന്നതിനപ്പുറത്ത് സുന്ദരമായ എത്രയോ തീമുകൾ ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ ആദ്യം പറഞ്ഞു പത്രം വായിക്കുമ്പോൾ അപ്സെറ്റ് ആകുമെന്ന് പറഞ്ഞു. നമ്മുടെ ന്യൂസ് പേപ്പറിനകത്ത് പ്രൊജക്ട് ചെയ്യുന്ന നെഗറ്റീവ് ന്യൂസസ് മാത്രമാണ്. പോസിറ്റീവായ ന്യൂസസിനുള്ള ഒരു പത്രം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആളുകൾ വായിക്കുമോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോഴേക്കും മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ളതൊന്നും നമ്മൾ ചെയ്യുന്നുമില്ല. മാനസിക രോഗം വർദ്ധിക്കാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവനവനെങ്കിലും, അല്ലെ നമ്മുടെ പേരൻസ് എങ്കിലും എക്കണോമിക്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പത്രത്തിൽ പുണ്യമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഏത് പത്രം ഇങ്ങനെ പുണ്യവും ഒക്കെ കാണിക്കുന്ന ഏത് സിനിമയ്ക്ക് ആൾക്കാർ വരും. കാരണം നല്ല സിനിമ അല്ല, ആക്ച്വലി ഉണ്ടല്ലോ, ഫാമിലി എന്റർടൈൻമെന്റ് എന്ന ലെവലിലേക്ക് പോസിറ്റീവ് സംഭവങ്ങളുള്ള സിനിമകൾ വിജയിച്ച് വരുന്നുണ്ട്, തീർച്ചയായിട്ടും വിജയിക്കുന്നുണ്ട്. പക്ഷെ അതിന് തക്ക പബ്ലിസിറ്റി മറ്റു കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നൊരു പോയിന്റ് ആണ് ആഡ് ചെയ്തേ തരുന്നത്.
അവനവന്റെ മാനസികാരോഗ്യം അവനവന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാണുന്നതെല്ലാം വിശ്വസിക്കാതെ കാണേണ്ടതിൽ എഡിറ്റ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കൗണ്ടർ കൾച്ചറോടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ആ നിലയ്ക്ക് നമ്മുടെ സമൂഹത്തെ ഉണർത്തണം. സിനിമ നമുക്ക് സാധിക്കും. അവര് പറയുന്ന സിനിമ അങ്ങനെയൊന്നും മനുഷ്യ സ്വാധീനിക്കത്തില്ല, ഇത് വെറും കലാസൃഷ്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞാലും യുവ മനസ്സുകളെ ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകളും സോഷ്യൽ മീഡിയയുമാണ്. അപ്പൊ എന്തൊക്കെ അപ്പൊ നിർമ്മാതാക്കളാണെങ്കിലും ശരി, അതിന്റെ ഡയറക്ടേഴ്സ് ആണെങ്കിലും ശരി, നമ്മൾ അവരെ എല്ലാരെയും കടടച്ച് വെടിവെക്കുമൊന്നും അല്ല ഞാൻ പറയുന്നത്. അവിടെയൊക്കെ ഒരു സമൂഹത്തോടുള്ള, അടുത്ത തലമുറയോടുള്ള ഒരു ബാധ്യത, ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു നല്ല ആഗ്രഹമാണ് ഈ പറഞ്ഞു വയ്ക്കുന്നത്. അല്ലാണ്ട് അവരെ എല്ലാരും നമ്മൾ അവരെ കുറ്റപ്പെടുത്തില്ല. ഇപ്പൊ ഇവരെ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറഞ്ഞേ, എടാ എന്റെ വയറ്റിപ്പഴപ്പിനോട് എന്റെ ഫീൽഡ് ഇതാണ്, എനിക്ക് ഏറ്റവും റിയൽ മൂവി ചെയ്താൽ എനിക്ക് അടുത്ത പടം കിട്ടുള്ളൂ. അപ്പോ സത്യത്തിൽ നിങ്ങൾ പറയുന്ന പോലെ മറ്റേ സൈഡിൽ, എഡ്യൂക്കേഷൻ സൈഡിൽ ബാക്കിയുള്ളവർ ഉണരട്ടെ, ഞങ്ങൾ ഇത് ചെയ്യാം, ഇങ്ങനത്തെ പടം കാണുമ്പോൾ ഈ രീതി കാണണം നിങ്ങൾ പഠിപ്പിക്കും. ഒരു വശത്ത് മദ്യം വിൽക്കുകയും മറുവശത്ത് എക്സൈസ് വിഭാഗത്തെ കൊണ്ട് ബോധവൽക്കരണം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ നയം പോലെയുള്ള ഒരു നയത്തെ കുറിച്ചാണ് നമ്മളിവിടെ. അല്ല, അതേ പ്രാക്ടിക്കൽ ഒരു രീതി പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും, അതായത് എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ മൈൻഡിന്റെ വളർച്ചയാണ് ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായും അത് നമുക്കത് കൂടുതൽ ഉത്തരവാദിത്തം നൽകുന്നുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. ഒരു വ്യക്തി, ഡോക്ടർ വിപിൻ പറഞ്ഞതുപോലെ, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ നിലപാടുകൾ, നമ്മുടെ സ്വഭാവ രൂപവൽക്കരണം, നമ്മളുടെ സമൂഹത്തിലെ എക്സിസ്റ്റൻസ് എല്ലാം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം കൂടിയാണ്. തീർച്ചയായിട്ടും മറ്റു ഫാക്ടറുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് എന്നിരുന്നാലും. അതായത് ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ റിസൾട്ട്സ് എന്നാണ്. മൈ ലൈഫ് മൈ റിസൾട്ട്സ്, അതേഴ്സ് ലൈഫ് ഓൾസോ. എക്സാക്ട്ലി. വരുന്നത് അവിടെയല്ലേ? അതെ, യഥാർത്ഥത്തിൽ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അവിടെയാണ്. തീർച്ചയായിട്ടും സ്വന്തം ലൈഫിനെ കുറിച്ച് ഉത്തരവാദിത്തമുള്ളവരുടെ ജീവിതം ഉയർന്നു കഴിയുമ്പോൾ അവർ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. ഇവിടെ എന്താന്ന് വെച്ചാൽ സെൽഫിഷ്നെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഈ വെടിവെച്ച് വിടുമ്പോഴത്തേക്ക് നായകനൊരു വെടി പോലും വെക്കുന്നില്ല, ഫോർ എക്സാമ്പിൾ. അപ്പൊ ഈ ഹീറോയിസ് നമുക്ക് സിനിമയിൽ മാത്രമല്ല എത്രയോ റീടേക്ക് എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യാൻ. അവസാനം നായകൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം ഈ ഇടിയുടെ ഇടയ്ക്കൊക്കെ നമുക്കറിയാം. സിനിമയുടെ ക്ലൈമാക്സ് നമുക്ക് അതിന് മുമ്പേ അറിയാമല്ലോ. അപ്പൊ ഈ ഞാനിപ്പോ കലയുടെ കലാസൃഷ്ടി ഒന്നും ചെയ്യരുതെന്നൊന്നും അല്ല, കാരണം നമ്മളും കണ്ടോണ്ടിരിക്കും, ശരി തന്നെ. പക്ഷേ ഓരോ വ്യക്തികൾക്കും അവന്റെ ലൈഫിന്റെ ഗോൾ തിരിച്ചറിയും. എന്റെ ജീവിതത്തെ ഒരു ഇമോഷണൽ ആസ്പെക്ട്സിലേക്ക് എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടി കഴിയുമ്പോഴേക്കും ജയിൽ ശിക്ഷയും മറ്റു ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു സ്റ്റോറിയെ കുറിച്ചും ഇവർ അവെയർ അല്ല. അവിടെയാണ് ഈ കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിന് വേണ്ടിയാണോ ലോകത്തിൽ എല്ലാ കാലത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കല കലയ്ക്ക് വേണ്ടി. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ലോകത്തിലുണ്ട്. ദെൻ വാട്ട് ഐ വാണ്ട് ഇൻ മൈ ലൈഫ്, എന്റെ ലൈഫിൽ എനിക്ക് എന്താണ് വേണ്ടത്, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കുന്ന ചോയ്സ് ഇമ്പോർട്ടന്റ് ആണ്. പ്രശ്നം നമുക്കൊരു ഗോൾ സെറ്റിംഗ്, നമ്മൾ എന്തിനു എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ചോദ്യം ഇല്ലാത്തതാണ്. ഈ ചെറിയ ഡ്രഗ്സ് അടിമയാകുന്ന കുട്ടികൾ എന്തുകൊണ്ടാണ് അടുത്ത 10 വർഷത്തിന് ശേഷം ആ കുട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അവന് 12ാം വയസ്സ് ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു മുതിർന്ന വ്യക്തി എന്തിനാണ് ജീവിക്കുന്നത്? അവന് എത്തേണ്ട ഒരു ഗോൾ അവന്റെ മനസ്സിൽ പോലും ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർ ആ ക്രൈം അല്ലാത്ത ക്രൈം ചെയ്യുന്നില്ലെന്നൊന്നുമല്ല, പക്ഷെ അങ്ങനെ അവരെ പരുവപ്പെടുത്താൻ നമുക്ക് മനസ്സിനെ നമുക്ക് അങ്ങനെ ലക്ഷ്യബോധത്തിലേക്ക് നമുക്ക് പരുവപ്പെടുത്താൻ പറ്റാത്തതാണ് അതിന്റെ ഒരു ഇഷ്യൂ. ഇതിനൂടെ ഒരു കാര്യം പറഞ്ഞത്, ട്രെൻഡിലേക്ക് വരുമ്പോഴേക്കും വേറെ ആരുടെ എക്കണോമിക്സ് ക്ലിയർ ആകാൻ വേണ്ടി ഇവർ സമൂഹത്തിൽ ഇപ്പൊ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു ഫാഷനും ട്രെൻഡുമാണ്. നേരത്തെ പുകവലി മാത്രമായിരുന്നെങ്കിൽ ഈ കറഞ്ഞ കഞ്ചാവും ഡ്രഗ്സും ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ നീ ആണല്ല പെണ്ണല്ല എന്നൊക്കെ പറയുന്ന സാധനം. എക്സാക്ട്ലി ഇത് എവിടെയാ ബാധിക്കുന്നത്? നമ്മുടെ തലച്ചോറിനെയാണ്, ബ്രെയിനെയാണ്. എവിടെയാ ബാധിക്കുന്നത്? മനസ്സിനെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വതവേ സുബോധമില്ലാത്ത മനുഷ്യന്റെ ഉള്ള ബോധത്തോടെ കളയുന്ന സംഭവങ്ങള് നമ്മൾക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് ദിലാവ് തയ്ച്ചുവിട്ട കോഴിക്കുഞ്ഞിനെ പോലെയോ യാതൊരു ബോധവും ഇല്ലാത്ത പോകുന്ന സ്വന്തം മാനസികാരോഗ്യം, അതായത് പുകവലിച്ചാൽ പോലും മദ്യവെച്ചാൽ പോലും അത് മാനസികാരോഗ്യത്തിന്റെ പരിധിയിലാണ് വരിക, മാനസിക രോഗത്തിലേക്ക് നയിക്കുമെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കപ്പെടുന്ന മാനസിക രോഗം ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു വരുന്ന ഡ്രഗ്സിലേക്ക് ഈ യൂത്ത് എല്ലാം കൂടെ അട്രാക്റ്റഡ് ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂത്തിന്റെ ബ്രെയിൻ എല്ലാം ഹൈജാക്ട് ആവുകയാണ്. അപ്പോൾ ഇവർക്ക് സ്വമേധയെ ഏതാണ് ശരി ഏതാണ് തിരിച്ചറിയാൻ പറ്റാതെ അവർ സ്വമേധയെ നശിപ്പിക്കും, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ട്രെൻഡിന്റെ തലത്തിൽ റിയൽ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യങ്ങൾ ഈ കാര്യങ്ങളോടൊക്കെ നോ എന്ന് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ് ട്രെൻഡ് സെറ്റിംഗ് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. എക്സാക്ട്ലി. അപ്പോൾ അല്ലെങ്കിൽ കാരണം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഇങ്ങനെ ട്രെൻഡ് ആവുന്നത് അത് അബദ്ധമാണ്, സുബോധമില്ലായ്മയാണ്. അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഉള്ള ഓറിയന്റേഷൻ അല്ല സൊസൈറ്റിയിൽ മറ്റുള്ളവർ പോകുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഞാൻ ഉപയോഗിക്കുന്നുള്ളതാണ്. എക്സാക്ട്ലി ബാധിക്കുന്ന മാനസിക രോഗത്തിലേക്കുള്ള അല്ലെങ്കിൽ എക്സാക്ട്ലി യു ആർ ടേക്കിംഗ് ദ ടിക്കറ്റ് ടു
മെന്റൽ ഡിസോർഡർ ആണ്. ഇതെന്നാണ് ഇനി യുവാക്കൾ മനസ്സിലാക്കുന്നത്, അല്ലെ സമൂഹം മനസ്സിലാക്കുന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മനസ്സിലാക്കാനുള്ള ബോധത്തിലല്ല സാർ, തലേദിവസം അടിച്ചതിന്റെ ഹാങ് ഓവറിലാണ്. പിന്നെ ഇത് എപ്പോൾ മനസ്സിലാക്കുന്നുള്ള ലെവലിലേക്ക് പോകുമ്പോൾ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ഒരു സ്പിരിച്വൽ ഡയമെൻഷനിലേക്ക് ലോകം വേറൊരു സൈഡിലൂടെ തിരിച്ചു വരുന്നുമുണ്ട്. അൾട്ടിമേറ്റ്ലി ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈ ലൈഫ്. എക്സാക്ട്ലി. ഈ ചിന്തയിലേക്ക് നമ്മുടെ യുവത ഉണരുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിന്റെ കപ്പിത്താൻ അല്ലെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മീഡിയയോ എൻ്റെ പിയർ ഗ്രൂപ്പോ അവരൊന്നും അല്ല, ഞാനാണ് തീരുമാനിക്കേണ്ടത്. ആ ഒരു എന്താണ് സെൽഫ് അവെയർനെസ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, സ്വയം മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു നല്ല ആത്മഛായയിലേക്ക്, സെൽഫ് എസ്റ്റീമിലേക്ക് വരുന്നു. ഈ സെൽഫ് എസ്റ്റീമിലേക്ക് ഇവൻ വളർന്നുയരുമ്പോഴാണ് അവന് യെസ് പറയേണ്ടതിന് യെസ് പറയാൻ. നല്ലതായിരിക്കാം, എല്ലാവർക്കും ഇഷ്ടമായിരിക്കാം, പക്ഷെ എനിക്ക് വേണ്ട. അതാണ് ബോധ്യം. തീർച്ചയായും നമ്മുടെ മനസ്സിന്റെ ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കാനുള്ള ജാഗ്രത കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മനസാക്ഷി മരവിച്ച മലയാളി എന്നൊക്കെ നമ്മൾ വിലപിക്കുമ്പോഴും നമുക്ക് ചുറ്റും പ്രലോഭനമായി മാധ്യമങ്ങളും സിനിമകളും മരണത്തെ ഗ്ലോറിഫൈ ചെയ്യുന്ന BGM ഇട്ട സിനിമകളും നെറ്റ്ഫ്ലിക്സിലെ വെബ് സീരീസുകളും ഒക്കെ നമുക്ക് മുമ്പിലുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഇത്തരം കാലങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന സ്റ്റോറികളും സ്റ്റേറ്റസുകളും പോസ്റ്റുകളും വീഡിയോകളും റീൽസും ഒക്കെ നമ്മൾ കാണുമെങ്കിലും ഇതിനിടെയെല്ലാം ഒരു ജാഗ്രത വ്യക്തി എന്ന നിലയിൽ നമുക്കുണ്ടാകണം. നമ്മുടെ ജീവനുള്ള ഉത്തരവാദിത്വം, ആ ഒരു ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അന്യന്റെ ബൈബിളിൽ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാകുന്ന ആ ഒരു ബോധ്യതലങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. അല്ലാത്ത പക്ഷം മനസാക്ഷി ഇല്ലാതാകുന്ന, ഏത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത, ഏത് ലഹരിക്കും അടിമപ്പെടുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ കേവലം ഒരു ചരിത്രമായി മാത്രം നമ്മൾ മാറുന്ന, മനസാക്ഷി നശിച്ച, ബോധ്യങ്ങൾ നശിച്ച, സാധ്യതകൾ ഇല്ലാതാകുന്ന ഒരു കാലം, ഒരു തലമുറ ഇവിടെ ഉണ്ടാകും. ജാഗ്രത. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.